എപ്പിസോഡിന്റെ തുടക്കത്തിൽ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോൾ കാല് തെന്നി ആ വെള്ളത്തിലോട്ട് വീഴുവാണ് യൂൺ. ഇതേ സമയം എവിടെ നിന്നോ പൊട്ടിമുളച്ചതുപോലെ ജിവോൺ ഓടി വന്ന് നേരെ വെള്ളത്തിലോട്ട് എടുത്തൊരു ചാട്ടം. എങ്ങനെയെങ്കിലും യൂണിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മൂൺസു ആണെങ്കിൽ എന്തോ ഒരു സാധനം വന്നിപ്പോ ചാടിയല്ലോ എന്നുള്ള ഭാവത്തിലാണ്. പക്ഷെ ഇവിടെ പ്രതീക്ഷിച്ച പോലെ യൂണിനാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം വെള്ളത്തിന് അടിയൊഴുക്കുണ്ടായിരുന്നില്ല. അവള് കൂളായിട്ട് എഴുന്നേറ്റ് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ജിവോണും പൊങ്ങും, തലയിലൊക്കെ പായലും കൊണ്ട്. ഇപ്പൊ രണ്ടെണ്ണത്തിനും കൊണ്ടുവന്ന് തോർത്തെല്ലാം കൊടുത്ത് സാദിപ്പെന്തിനോ വന്ന് എടുത്തു ചാടിയെന്ന് മൂൺസു ജിവോണിനോട് ചോദിക്കുമ്പോൾ താൻ കാല് വഴുതി വീണതാണെന്ന് കള്ളം പറയുവാണവൻ. പിന്നെ ഞാൻ കണ്ടതല്ലേ നേരെ വന്ന് പുഴയിലോട്ട് എടുത്ത് ചാടുന്നേ. നല്ലൊരു ആവശ്യത്തിനാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ കണ്ണും പൂട്ടി എടുത്ത് ചാടാൻ പാടില്ല. എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള വഴികൾ നമ്മൾ 4 പാടും തേടണം എന്നല്ല ഇങ്ങനെ മൂൺസ് ഉപദേശം കൊടുക്കുമ്പോഴും എടാ വിശ്വസിക്കടാ ഞാൻ കാല് വഴുതി വീണതാ എന്ന് യൂണിന്റെ മുന്നിൽ നാണക്കേടോണ്ട് പറഞ്ഞിരിക്കുകയാണ് ജിവോൺ. രാവിലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞതുപോലെ വൈസ് പ്രിൻസിപ്പൽമാരുടെ മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റും യൂൺ ചെയ്യുന്നുണ്ട്. കണ്ട ഫ്രൂട്ട്സ് കട പോലെയുണ്ട്. അമ്മാതിരി പഴങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. പ്രിൻസിപ്പൽ മാഡത്തിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. താനായിട്ട് വരുത്തി വെച്ചതല്ലേ. ഇപ്പൊ അതിൽ ബാക്കി വന്ന കുറച്ച് ഫ്രൂട്ട്സും വെട്ടി പാത്രത്തിലാക്കി സൂണ വന്ന് ദേഹോക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. സൂണയ്ക്കാണെങ്കിൽ ഒരേ പരാതി, തന്നെ ദേഹോക്ക് വലിയ താല്പര്യമൊന്നുമില്ല, തന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നൊക്കെ. മിസ് വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഇവൻ പറയുമ്പോൾ എനിക്കറിയാം സാദ് ഒരുപാട് പറഞ്ഞു കഷ്ടപ്പെടണ്ട. എന്നാലും സാദ് എന്ത് നിഷ്കളങ്കനാ. സാദിനെ പോലെയുള്ള നിഷ്കളങ്കന്മാർക്ക് നമ്മുടെ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്നലെ തേഹോടെ അടുത്തേക്ക് വന്ന അതേ പെൺകുട്ടി വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാം. ഇവളുടെ പേര് ഹേസു എന്നാണ്. എന്നാൽ ഹേസുവും തേഹോവും തമ്മിലുള്ള ഡീലിങ്സ് എന്താന്ന് ഇതുവരെ വ്യക്തമല്ല. കെട്ടാകുമ്പോൾ മീറ്റിംഗ് വിളിച്ചു വരുത്തി ജിവോൺ എല്ലാവരോടും തന്റെ ഇനോഗ്രേഷൻ യൂൺ തന്നെ ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്നാണ് പറഞ്ഞതെന്ന കാര്യം പറയും. കാരണം ഇന്നലെ അവൾ അവന്റെ മുന്നിൽ വെല്ലുവിളിച്ചതാണല്ലോ. പാവത്തിന് ഹെൽപ്പിന് പോലും ഒരാളെ കൊടുക്കില്ല. ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഹെൽപ്പിന് വേണ്ടി മൂൺസും കുറെ പ്ലാനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ഗസ്റ്റിനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഗ്രാൻഡ് പരിപാടിയാണ് അവന്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ യൂൺ അപ്പോൾ തന്നെ അത് റിജക്ട് ചെയ്യുകയും ചെയ്യും. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, നിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ടീമാണ്, ഞാൻ മിസ്സിനെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുവാണ് മൂൺസ്. കുറെ കഷ്ടപ്പെട്ട് ഒരു പ്ലാനും കൊണ്ട് യൂൺ ജിവോണിന്റെ അടുത്തേക്ക് വരുമ്പോൾ നേരെ ചൊവ്വ വായിച്ചു പോലും നോക്കാതെ അവൻ റിജക്ട് ചെയ്യും. ഇവൻ പക പോക്കുവാണെന്ന് യൂണിനറിയാം. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയർമാനായി പോയില്ലേ. അവളെ വീണ്ടും റെഡിയാക്കി കൊണ്ടുവരും. അവൻ അതേപടി റിജക്ട് ചെയ്യും. അങ്ങനെ 2-3 പ്രാവശ്യം അവൻ അവളെ തലങ്ങും വിലങ്ങും നടത്തിക്കും. ഇപ്പൊ അതുപോലെ സ്കൂളിൽ പുതുതായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റഡ് പ്രോഗ്രാമിന്റെ റിസൾട്ട് വന്നിരിക്കുവാണ്. കുറെ പഠിക്കുന്ന കുട്ടികളെല്ലാം കയറി പറ്റിയിട്ടുണ്ട്, കുറെ പേര് പുറത്തായിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാരന്റ് വന്നിങ്ങനെ യൂണിനെ കാണാതില്ലേ. അവരുടെ മകൾ യുമിയുടെ പേരാണെങ്കിൽ ഇപ്പൊ ലിസ്റ്റിലില്ല. കാരണം അവള് പഠിക്കാൻ ഭയങ്കര ഉഴപ്പാണ്. ഈ യുമി ആണെങ്കിൽ അവളുടെ പതിവ് കരച്ചിലും കയ്യിലെടുത്ത് യൂണിനെ ചാക്കിലാക്കാൻ വരുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന മൂൺസു ആണെങ്കിൽ കള്ളം പറഞ്ഞ് യൂണിനെ രക്ഷിച്ചുകൊണ്ട് പോവാണ്. എന്നീ സമയമായിരിക്കും ജിവോൺ വന്ന് ഇനോഗ്രേഷൻ ജിമ്മിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പോയി ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞ് യൂണിനെ വിളിച്ചോണ്ട് പോകുന്നത്. മൂൺസുവും പിന്നാലെ കൂടും. അവരുടെ പോക്ക് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഏറ്റവും ഫണ്ണി ജിവോൺ ആണ്. ഇപ്പൊ ഈ സമയം ഈ യൂമിയും ഹേസുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ ഗിഫ്റ്റഡ് പ്രോഗ്രാമിന് ഹേസുവിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. യൂമി ആണെങ്കിൽ തനിക്ക് സെലക്ഷൻ കിട്ടാത്ത കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ, പഠിച്ചിരുന്നെങ്കിൽ സെലക്ഷൻ കിട്ടില്ലായിരുന്നു എന്ന രീതി ഇവളോട് പറയുവാണ് ഹേസു. ഇത് കേൾക്കുന്ന യൂമി ആണെങ്കിൽ ഇവളോട് പിണങ്ങിപ്പോ. ഈ സമയമായിരിക്കും ഒരു പന്ത് വന്ന് നേരെ ഇവളുടെ തലയിൽ വന്ന് വീഴുന്നത്. ഹേസു നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ച് അവളുടെ ക്ലാസ്സിലെ കുറച്ച് ചെറുക്കന്മാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഈ കീസോക്ക് എന്ന് പറയുന്ന അവന്റെ തലക്കിട്ട് തന്നെ ഇവള് തിരിച്ചിട്ട് കൊടുക്കും. ഇപ്പൊ ഇതും കണ്ടുകൊണ്ടാണ് ജിവോണും യൂണും മൂൺസും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കീസോക്കിന്റെ അതേ ബോൾ തന്നെയാണ് യൂണിന്റെ തലയിൽ വീണത്. നീ എന്താണ് എല്ലാവരുടെയും തല നോക്കിയാണോ ബോൾ എറിയുന്നതെന്ന് യൂൺ ചോദിക്കുമ്പോൾ എന്റെ പൊന്നെ മിസ് ചെയ്ത് ഞാനൊന്നും അറിഞ്ഞതല്ല. ബോൾ വന്ന് അവളുടെ തലക്കിട്ടടിച്ചപ്പോ ക്ലാസ്സിൽ പിടിക്കുന്ന കൊച്ചല്ലേന്ന് വിചാരിച്ച് കാര്യവിവരം അന്വേഷിക്കാൻ ചെന്നതാ. ഇത് കേൾക്കേണ്ട താമസം ജിവോൺ ആണെങ്കിൽ ഇവന്റെ ഭാഗത്ത് നിൽക്കുവാണ്. നീ കാര്യം അറിയാണ്ട് ഇവനെ വഴക്കു പറഞ്ഞില്ലേ, 2 ഭാഗം കേട്ടിട്ട് വേണം കാര്യം പറയാനെന്നും പറഞ്ഞു. യൂൺ ആണെങ്കിൽ കീസോക്കിനോട് പോയി യുമ്മിയോട് മാപ്പ് പറയാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ സംസാരിച്ച് കാര്യം തീർപ്പാക്കാൻ വേണ്ടി ഇവൻ ഇവളുടെ പിന്നാലെ പോകും. അങ്ങനെ ഇപ്പൊ ഇവര് 3 പേരും കൂടെ ജിമ്മിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ചെറുതായിട്ട് ചോർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നീ പോയി ഒരു ലാഡർ എടുത്തിട്ട് വാ, ഞാൻ എന്താ ഇവിടുത്തെ പ്രശ്നമൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് മൂൺസുവിന് ആ ലീക്ക് നോക്കാൻ വേണ്ടി ജിവോൺ ലാഡർ എടുക്കാൻ വേണ്ടി വിടും. ലാഡർ എടുത്ത് വരുന്ന ഇവന്റെ പിന്നാലെ സൂണയും കൂടും. മൂൺസു ആണെങ്കിൽ അതും കൊണ്ട് ഓടുവാണ്. സൂണയ്ക്ക് അതിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. എടാ ഒന്ന് പതുക്കെ പോടാ, നീ എങ്ങോട്ടേ ഓടുന്നേന്ന് ഇവള് ചോദിക്കുമ്പോൾ യൂണും ജിവോണും തനിച്ചായ അവര് തമ്മി തല്ലൂന്നും പറഞ്ഞാണ് ഇവൻ ഓടുന്നത്. അവൻ പറഞ്ഞതുപോലെ തന്നെ ഇവര് വരുമ്പോൾ രണ്ടാളും തമ്മി തല്ലിക്കൊണ്ടിരിക്കുവാണ്. കീസോക്കിന്റെ ഭാഗത്താണ് ശരി, യുമിയുടെ ഭാഗത്താണ് ശരിയെന്നും പറഞ്ഞു. ഇപ്പൊ ലാഡർ കിട്ടുമ്പോൾ അതിന്റെ മുകളിൽ കയറി ആ ലീക്കിന്റെ കാര്യം ചെക്ക് ചെയ്യുവാണ് ജിവോൺ. ആ സാധനത്തിനാണെങ്കിൽ ചെറുതായിട്ടൊരു ആട്ടവും ഉണ്ട്. ഇപ്പൊ ഇത് കാണുന്ന സൂണയാണെങ്കിൽ ഇതിപ്പോ വല്ല ഡ്രാമയിലും ആയിരുന്നെങ്കിൽ ആ നായകൻ ലാഡറിൽ നിന്ന് വീഴുന്നു. ഓടി മാറാൻ സമയമുണ്ടായിട്ടും നായിക അവിടെ അന്തം വിട്ട് നിൽക്കുന്നു. കറക്റ്റായിട്ട് അവളുടെ ദേഹത്തേക്ക് നമ്മുടെ നായകൻ വീഴുന്നു. കുറച്ചു നേരം അവര് രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കുന്നു. അങ്ങനെ അന്ന് തൊട്ട് അവര് രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ജിവോൺ ആണെങ്കിൽ ഞാൻ അത്ര പെട്ടെന്നൊന്നും വീഴില്ല. ദുബായിൽ എത്ര ബിൽഡിംഗ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ. കൊല്ലങ്ങളോളം ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലാഡർ ഇപ്പൊ വീഴുവാണെങ്കിൽ പോലും അതെനിക്ക് കാലുകൊണ്ട്
ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റും. യൂണാണെങ്കിലും അല്ലെങ്കിൽ എന്തോ ഈ ഡ്രാമയിലൊക്കെ കാണുന്നേ, അതിലുള്ള ഒരു കാര്യം പോലും റിയലിസ്റ്റിക് അല്ല. ആരെങ്കിലും ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഓടി മാറാതെ നോക്കി നിൽക്കൂ. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വീഴുമ്പോൾ കണ്ണി നോക്കാനല്ല, രണ്ടിന്റെ എല്ല് പൊട്ടിയോന്നാണ് ആദ്യം നോക്കേണ്ടത്. സൂണയാണെങ്കിലും ഇതൊക്കെ എന്തിനാ നീ ഇപ്പൊ എന്നോട് പറയുന്നേ, ഞാനല്ലല്ലോ ഡ്രാമ എഴുതുന്നതെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇതേ സമയമായിരിക്കും കീസോക്കും കൂട്ടരും കൂടെ വീണ്ടും ആ ബോളുമായിട്ട് ഇറങ്ങുന്നത്. ഇന്നാടാ പിടിച്ചോടാന്നും പറഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നവന് കീസോക്ക് ബോൾ എറിഞ്ഞു കൊടുക്കേണ്ട താമസം അത് പോയി ലാഡറിൽ ഇടിക്കുകയും കൊല്ലങ്ങളോളം കൺസ്ട്രക്ഷൻ വർക്കിൽ പുലിയായിരുന്ന നമ്മുടെ ജീവൻ മുഖം കുത്തി നിലത്തേക്ക് വീഴുവാണ്. എന്നൊറ്റയ്ക്കല്ല, ഇവൻ വീഴുന്നത് കണ്ട് പേടിച്ച് അങ്ങോട്ടേക്ക് വന്ന് യൂണിനെയും കറക്കി വീഴ്ത്തിയാണ് അവൻ വീഴുന്നത്. കുറച്ചു നേരം ഫ്രീസായി നേരത്തെ സൂണ പറഞ്ഞതുപോലെ രണ്ടുകൂടെ കണ്ണി നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. സ്റ്റുഡൻസ് കണ്ട് ഇത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേക്കും അവർ മാറിക്കളയും. അങ്ങനെ ഇപ്പൊ 4 പേരും യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ നേരം നന്നായിട്ട് ഇരുട്ടിയത് കൊണ്ട് തന്നെ മൂൺസൂനോട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറയുവാണ് യൂൺ. സൂണയെ വിളിക്കുമ്പോഴാണെങ്കിൽ അവൾക്ക് വേറെ പരിപാടിയുണ്ട്. മൂൺസു ചെയർമാൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വരാൻ പൂർണ്ണ തയ്യാറായിട്ട് നിൽക്കുന്ന ജീവോണിനെ കാണുമ്പോഴേക്കും നീ എന്താ പറയുന്നേ, ചെയർമാന് വീട്ടിൽ പോണ്ടേ എന്നിടയ്ക്ക് എഴുതി പറയുവാണ് യൂൺ. ആ ശരിയാ, വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ കുറച്ച് ബിസിയാ എന്നും പറഞ്ഞ് ജീവോൺ വിഷയം മാറ്റുകയും ചെയ്യും. പാവം ഉള്ളിൽ നന്നായിട്ട് കരയുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ലൈലാക്ക് വന്ന് ഒന്നുകൂടെ കണ്ട് കയ്യിലുള്ള വെള്ളമൊക്കെ അതിലൊഴിച്ച് പൂവിടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. ഇവിടെ യൂണിന്റെ വീട്ടില് മൂൺസു ആണെങ്കിൽ ഗ്രാൻഡ് പി ആയിട്ട് പെട്ടെന്ന് തന്നെ അറ്റാച്ച് ആവും. ഗ്രാൻഡ് പി ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് യൂണിന്റെ ചേട്ടനാണെന്ന്. മതിയല്ലോ ഗ്രാൻഡ് പി ഫ്ലാറ്റ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കി കൊടുക്കുവാണ്. ഇവന്റെ വീടാണെങ്കിൽ കുറച്ച് അകലെയാണ്. നീ ഇത്രയും ദൂരെ നിന്ന് വരുന്നോണ്ട് ഭയങ്കര ടയേർഡ് ആവില്ലേ എന്ന് ഇവള് ചോദിക്കുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലും എനിക്കിപ്പോ എന്റെ ജോലി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നേടിയെടുക്കണമെന്നല്ലേ പറയാ. എന്നിത് കേൾക്കുമ്പോൾ യൂൺ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എവിടെയാ എന്നും ചിന്തിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും അവന്റെ ബസ്സും വരും. അവൻ ബസ്സിൽ കയറുന്ന സമയമാണ് ഇവൾക്ക് ആ ഓർമ്മ കിട്ടുന്നത്. അതായത് ഇവള് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ആ റൂഫിൽ വെച്ച് എന്നിവൾ ഓർത്തെടുത്ത് പറയുമ്പോൾ ബസ്സുകാരനോട് വണ്ടി വിട്ടോളാൻ പറഞ്ഞ് അവൻ ബസ്സിൽ നിന്ന് തിരിച്ചിറങ്ങും. ഇവൻ വന്ന ദിവസം തന്നെ ഇവളോട് മിസ്സിന് ശരിക്കും എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിന് കാരണം ഇതായിരുന്നു. കാരണം ഇവര് മുമ്പ് കണ്ടിട്ടുണ്ട്. എടാ എന്നിട്ട് നീ എന്തേത് എന്നോട് പറയാഞ്ഞെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് ഞാൻ ഓർത്തു എന്ന് ഇവൻ പറയുമ്പോൾ അന്ന് തന്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്ന കാര്യം പറയുവാണ് യൂൺ. ഇപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. യൂണിന്റെ അമ്മയും അച്ഛനും ഒരു ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം കുഴഞ്ഞു വീണ അവള് കുറെ കാലം ഹോസ്പിറ്റലിലായിരുന്നു. അതിനിടയിൽ അവൾക്ക് ഡിപ്രഷൻ വന്നു. ഉറക്കമൊന്നുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥ, മുടിയെല്ലാം നരച്ച് വയസ്സായ ആളുകളെ പോലെയായി. ഇവളുടെ മൊത്തത്തിലുള്ള കോലം കാണുമ്പോൾ ഇവളുടെ ഡോക്ടർ ഇവളോട് ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണാൻ വേണ്ടി പറയും. പുള്ളിക്കാരിയാണെങ്കിൽ ഇവളോട് ഇവളുടെ പ്രശ്നങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഇവൾക്കില്ലാത്ത പ്രശ്നങ്ങളില്ല. 3 കൊല്ലം മുമ്പ് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി ഞാൻ ജോലിക്ക് ചേർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു, കാരണം ഞാൻ ആഗ്രഹിച്ച ജോലിയാണ്. പക്ഷെ എന്റെ മുന്നിൽ വെച്ച് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ CEO സെക്ഷുവലി അസോൾട്ട് ചെയ്തു. ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഈ കാര്യം പബ്ലിക്കിൽ അറിയിച്ചു. എന്നാൽ പക്ഷെ ആ പെൺകുട്ടി അവസാനം കാലം മാറി. അവൾ അയാൾക്ക് അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അവളെ US ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ആക്കി. അവസാനം CEO എന്റെ മേൽ കുറ്റം ചുമത്തി. എല്ലാം 3 മാസം മുമ്പാണ് കഴിഞ്ഞത്. എന്നാൽ അതിലും മാത്രം ഒന്നും അവസാനിച്ചില്ല. 10 ദിവസം മുമ്പ് എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ പോയി. ഇതിലിപ്പോ എന്താലോചിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടത്? എനിക്ക് എന്നെ അറിയില്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറിനും ഇവളോടൊരു നല്ല വാക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ഇവളിപ്പോ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അവളിപ്പോ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. കൊറിയൻ ഡോൾഫിൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഫേമസ് സ്വിമ്മർ മൂൺസു ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിയതിനു ശേഷം ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇപ്പോൾ നീന്തൽ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്നാണ് ആ ന്യൂസിൽ കാണിക്കുന്നത്. ഈ ന്യൂസ് കേട്ട് ആകെ കരഞ്ഞ് യൂണിന്റെ അപ്പുറത്ത് തന്നെ മൂൺസു ഇരിപ്പുണ്ട്. അന്ന് അവൻ വളരെ ചെറുതാണ്. മൂൺസു ആണെങ്കിൽ എല്ലാം ഇതോടെ അവസാനിച്ചു എന്നറിയുമ്പോൾ വല്ലാണ്ട് തളർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി റൂഫ് ടോപ്പിലോട്ട് പോകും. മരിക്കണമെന്നുണ്ടെങ്കിലും ഇവന് ഭയങ്കര പേടിയാണ്. അതിന്റെ മുകളിൽ നിന്ന് ചാടി ചാവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ ചാടാൻ വേണ്ടി യൂണ് നിൽക്കുന്ന കാര്യം ഇവൻ കാണുന്നത്. മുടി മാത്രം കാണുന്നതുകൊണ്ട് ഇവൻ വിചാരിക്കും ഏതോ വയസ്സായ സ്ത്രീയാണെന്ന്. മുത്തശ്ശി എന്ന് ഇവൻ വിളിച്ചു. ഇത് കേട്ട് തിരിയുന്ന യൂണാണെങ്കിൽ ആരുടെ അതിന്റെ മുത്തശ്ശി, ഞാൻ മുത്തശ്ശി ഒന്നുമല്ല എന്നും പറഞ്ഞ് ഇവനെ ചീത്ത വിളിക്കുവാണ്. എനിക്ക് പിറകിന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അങ്ങനെ ഇപ്പൊ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് തന്നെ എന്നാൽ ഒരുമിച്ച് ചാടി ചാവാന്ന് തീരുമാനിച്ച് 2 റൂഫ് ടോപ്പിന് മുകളിൽ കയറി ഇരിക്കുവാണ്. രണ്ടാൾക്കും നല്ല പേടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൊന്ന് കൂളായിട്ട് ചാടാം എന്നൊരു തീരുമാനത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്കാണെങ്കിൽ ഇപ്പൊ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. ഒന്നും കിട്ടാണ്ടാകുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അവള് പറയും, എനിക്ക് കോള ഇഷ്ടമാണ്, പോർക്ക് കട്ട്ലേറ്റ് ഇഷ്ടമാണ്, തൊപ്പുക്കി നിനക്ക് എന്താ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ ഏറ്റവും പേടിക്കുന്നതും എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളതും ഒരേ ഒരു കാര്യമാണെന്ന് പറയാണിവൻ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യത്തെ എങ്ങനെയാണ് പേടിക്കുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ എനിക്ക് നീന്തൽ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഇനി എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിലും അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവള് പറയും, എനിക്കും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒന്നുണ്ട്. ഞാൻ ഒരേ സമയം ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതുമായ ഒന്ന്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നതും എന്നാ ഇനി ഒരിക്കലും കാണാൻ ഇഷ്ടമല്ലാത്തതുമായ ഒരുത്തൻ. അങ്ങനെ ഇപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ചാടാന്നുള്ള രീതിയിൽ നിൽക്കുവാണ് ഇവര്. അങ്ങനെ 1, 2, 3 ചൊല്ലി ഇവര് ചാടാന്ന് തീരുമാനിക്കുമ്പോൾ ഇവന് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഇവൻ കയ്യിൽ കൊണ്ടുവന്ന ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ചാടാന്നുള്ള തീരുമാനത്തിലാണ്. എന്നാൽ പക്ഷെ മൂൺസുവിന്റെ കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ ആ ഡ്രിങ്ക്സ് കഴിക്കുന്നതും അവന്റെ ബോധം അങ്ങ് പോകും. ബോധം പോയി അവൻ മുന്നിലോട്ട് വീഴാൻ പോകുന്നതും പെട്ടെന്ന് 2 എണ്ണം കൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് മറഞ്ഞു വീഴുവാണ്. അങ്ങനെ തലനാരിടയ്ക്ക് രക്ഷപ്പെടും. നീ 1, 2, 3 എന്ന് ചൊല്ലി എന്നിട്ട് എന്നെ പിടിച്ച് അപ്പുറത്തേക്ക് വലിച്ചു. അങ്ങനെയല്ലേ ഉണ്ടായി എന്ന് യൂൺ ചോദിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, എന്റെ ഡ്രിങ്ക്സ്
ഡ്രസ്സ് കഴിച്ച് ബോധം പോയപ്പോ മിസ്സല്ല എന്റെ കോളൊന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്കിട്ടെ. ഹേയ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ഇതുവരെയുള്ള വിചാരം തങ്ങളെ രക്ഷിച്ചത് ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആണെന്നാണ്. ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗ്രാൻഡ് പ അങ്ങോട്ടേക്ക് വരും. മോൺസുവിന്റെ ബസ് പോയത് അറിഞ്ഞ് ഇന്ന് വീട്ടിൽ നിന്നോളാൻ വേണ്ടിയിട്ട് ഇവനോട് പറയും. കെട്ടാകുമ്പോൾ രാവിലെ ജിവോൺ എഴുന്നേറ്റ് വരും പറയുന്നത് ഗ്യോങ്തെ ഗ്രാൻഡ് പേയെ കാണാൻ വേണ്ടി പോയ കാര്യമാണ്. ഗ്രാൻഡ് പേയെ ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്ത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗ്രാൻഡ് പേയെ അധിക്ഷേപിക്കുക, അതാണ് ഗ്യോങ്തയുടെ മനസ്സിലിരിപ്പ്. അതിനുവേണ്ടി ഫംഗ്ഷനിലോട്ട് ഗ്രാൻഡ് പേ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യോങ്തെ പോയിട്ടുള്ളത്. ഇതറിയുന്നത് മച്ചനെ തടയാൻ വേണ്ടി ജിവോണും പിറകെ ചെല്ലും. ഇതേസമയം ഗ്രാൻഡ് പേയുടെ വീട്ടുമുറ്റത്ത് കാതിലിരുന്ന് രണ്ടുപേരോട് സംസാരിക്കുവാണ്. നിന്റെ മോന്റെ ഇനോഗ്രേഷന് ഞാൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഗ്രാൻഡ് പേ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വരാതെ ഒരു നിവൃത്തിയില്ല. പണ്ട് ആ ലാൻഡിന് വേണ്ടി എത്ര തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് യാചിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ ജയിച്ചു എന്ന് എനിക്ക് തെളിയിക്കണം. ഇപ്പൊ ഞാൻ ആ പരിപാടിക്ക് വന്ന നിന്റെ ദേഷ്യമൊക്കെ തീരുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാം തന്നെ തീരുമെന്ന് ഗ്യോങ്തെ പറയും. എന്നാൽ ശരി, ഞാൻ വരാന്ന് ഗ്രാൻഡ് പേയെ സമ്മതിക്കും. ഇവർ ഈ മുന്നിൽ കാതിനകത്തുള്ളത് അറിയാതെ ജിവോൺ ആണെങ്കിൽ നേരെ വീട്ടിലോട്ട് ചെല്ലുവാണ്. ഡോറ് തുറന്നെടുക്കുന്നത് കണ്ട് അവൻ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ യൂണിനെയും മോൺസൂനെയും കൂടെ ഒരുമിച്ച് കാണുന്നത്. അല്ല, ഈ സമയത്ത് നീ എന്തിവിടെ ചെയ്യുന്നതെന്ന് ജിവോൺ മോൺസൂനോട് ചോദിക്കുമ്പോൾ അത് അവൻ ഇന്നലെ ബസ് മിസ്സായി. അല്ല, താനെന്തേ രാവിലെ ഇവിടെ ചെയ്യുന്നത് എന്ന് അതിശയത്തോടെ തിരക്കുവാണിയോ. ബസ് മിസ്സായ നിനക്കൊരു ടാക്സി വിളിച്ച് പോകാൻ അറിയില്ലേടാ എന്നും ചോദിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗ്രാൻഡ് പ വരുന്നത്. പിന്നീട് ഗ്രാൻഡ് പേയും ജിവോണും കൂടെ മാറി നിന്ന് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം ഗ്യോങ്തെ പോയിട്ട് നാട്ടുകാരെ മൊത്തം ഇനോഗ്രേഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗ്രാൻഡ് പേയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പീച്ച് വരെ ഉണ്ടാക്കുവാണ്. ഇതൊന്നും വേണ്ടാന്ന് ജിവോൺ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്യോങ്തെ ഉണ്ടോ കേൾക്കുന്നു. ഇത് തടയാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ജിവോൺ അതിനു വേണ്ടി ഇരുന്ന് ആലോചിക്കുവാണ്. എന്തോ ഒരു ഐഡിയയും കണ്ടുപിടിക്കുന്നുണ്ട്. ജിവോണിനാണെങ്കിൽ പിക്കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് രാവിലെ യൂണിന്റെ കൂടെ അവളുടെ വീട്ടിൽ മോൺസൂനെ കണ്ട ആ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. എവിടെ പോയാലും അവന് മുന്നിൽ മോൺസു നിൽക്കുന്ന പോലെ തോന്നുവാണ്. ഗ്രാൻഡ് പ പരിപാടിക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് ഒരിക്കലും എന്ത് സംഭവിച്ചാലും അങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണെയോ. പിറ്റേന്ന് ഫംഗ്ഷന്റെ ഡേ ഇവള് സ്കൂളിലേക്ക് വരുമ്പോൾ കാണുന്നത് ജിമ്മിലെ പ്രോഗ്രാമിന് വേണ്ടി സെറ്റാക്കിയിട്ടുള്ള ചെയറും മറ്റു സാധനങ്ങളും എല്ലാം എടുത്ത് മാറ്റുന്നതാണ്. ഇവളാണെങ്കിൽ ഇന്നലെ ഇതെല്ലാം സെറ്റാക്കിയിട്ടിട്ട് പോയതാണ്. ഇതിപ്പോ എന്തെല്ലാം പെട്ടെന്ന് എടുത്ത് മാറ്റുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യൂൺ വന്ന് ഈ ഫംഗ്ഷൻ സ്പോർട്സ് ഫീൽഡിലോട്ട് മാറ്റിയെന്ന കാര്യം പറയുന്നത്. ഈ സ്റ്റേഡിയത്തിന്റെ ഫംഗ്ഷൻ അത്ര നല്ലതല്ല, ഇവിടെ ഒന്ന് റീഡെവലപ്മെന്റ് ചെയ്യണം. എന്തുകൊണ്ടും ആ സ്പോർട്സ് ഫീൽഡ് തന്നെ നല്ലത് സാർ. പക്ഷെ ഗ്രൗണ്ടിൽ ഭയങ്കര പൊടിയാണെന്ന് ക്യുങ്ഹോൺ പറയുമ്പോൾ അത് തന്നെയാണല്ലോ എനിക്ക് വേണ്ടേ എന്നും പറഞ്ഞ് എന്തോ ഒരു കള്ളച്ചിരിയും ചിരിച്ചാണ് ജിവോൺ പോകുന്നത്. എന്തോ അവന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴാണ് അവൾ അവിടുത്തെ സാറിന്റെ അടുത്ത് നിന്നും വേറൊരു കാര്യം കൂടെ അറിയുന്നത്. അതായത് ടൗണിലെ എല്ലാവരെയും അതുപോലെ തന്നെ ഇവളുടെ ഗ്രാൻഡ് പേയും ഈ ഗ്യോങ്തെ ഈ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടെന്ന കാര്യം. ഇതോടെ ഗ്യോങ്തയുടെ മനസ്സിലിരിപ്പ് യൂണിന് മനസ്സിലാകും. അവളെ നേരെ വീട്ടിലോട്ടോടും ഗ്രാൻഡ് പേയോട് വരലേന്ന് പറയാം. എന്താ പക്ഷെ അപ്പോഴേക്കും ഗ്രാൻഡ് പ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് പ മാത്രമല്ല ടൗണിലെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുവാണ്. യൂൺ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഗ്രാൻഡ് പ പോയെന്ന കാര്യം മനസ്സിലാകും. തിരിച്ച് സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് ഇവൾ വേറൊരു കാര്യം കാണുന്നത്. ഈ ടൗണിലെ എല്ലാ ആൾക്കാരെയും കൂടെ ജിവോൺ ഒരു ബസ്സിലോട്ട് മാറ്റുന്നത്. അതായത് ഇവൻ ഈ ടൗണിലെ എല്ലാവരെയും കൂടെ ഒരു പിക്നിക്കിന് വേണ്ടി പറഞ്ഞയക്കുവാണ്, അതും സ്വന്തം ചെലവിൽ. അങ്ങനെ ആകുമ്പോൾ ഇവന്റെ അച്ഛൻ ഗ്രാൻഡ് പേയെ അപമാനിക്കുന്നത് കാണാനായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ഇവൻ ഇതെന്താ ചെയ്യുന്നതെന്ന് യൂണിന് വലുതായിട്ട് മനസ്സിലായിട്ടില്ല. ടൗണിൽ എല്ലാവരും പാട്ടും പാടി എൻജോയ് ചെയ്ത് പിക്നിക്കിന് പോകുന്ന സമയം ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗ്രാൻഡ് പേ അപമാനിക്കാലോ എന്നും വിചാരിച്ച് സന്തോഷത്തിൽ ഫംഗ്ഷനിലോട്ട് വരുവാണ് ഗ്യോങ്തെ. സമയം കുറേയായി ഫംഗ്ഷനിലോട്ട് ഇതുവരെ ടൗണിൽ ഒരാളും എത്തിയിട്ടില്ല. ഇപ്പൊ ടൗണിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു പിക്നിക്കിന് പോയിരിക്കുകയാണെന്ന് ഗ്യോങ്തയുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്നും പുള്ളി അറിയും. ഇതറിഞ്ഞ് ദേഷ്യത്തിലിരിക്കുന്ന ഗ്യോങ്തെ ആണെങ്കിൽ വേറെ സീനൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കുറച്ച് റിപ്പോർട്ടേഴ്സിനെ ജിവോൺ കടത്തിവിടുന്നുണ്ട്. ഗ്യോങ്തേക്ക് ചെറുതായിട്ട് പെട്ടെന്ന കാര്യം മനസ്സിലാക്കും. സംസാരിക്കാനായിട്ട് മൈക്ക് ഓണാക്കുന്നതും മുടുക്കത്തെ വോളിയം. ആദ്യത്തെ ഇംപ്രഷൻ തന്നെ പോയി. പരിപാടിയുടെ ഇടയിലാണെങ്കിൽ ഒരു നാശം പിടിച്ച കാറ്റും. മാത്രമല്ല സ്കൂളിലെ ബാൻഡിനെ കൊണ്ട് സോങ്ങും ജിവോൺ പെർഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ ശ്രദ്ധ മൊത്തം അതിലോട്ട് പോകും. ഇതെല്ലാം എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് പ. അങ്ങനെ ഇപ്പൊ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് ജിവോണിന്റെ പ്രസംഗമാണ്. അതാണെങ്കിൽ എങ്ങും എത്താത്തൊരു പ്രസംഗം. ഒരിടത്തുനിന്ന് തുടങ്ങി അങ്ങനെ അങ്ങ് കൊണ്ടുപോകുവാണ്, ഒരു അന്ത്യമില്ലാതെ. ഇതും കേട്ട് വെയിലത്ത് നിന്ന് കുട്ടികൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ജിവോണിന്റെ വളരെ നീണ്ടു നിന്ന പ്രസംഗത്തിനൊടുവിൽ ഗ്യോങ്തയെ പ്രസംഗിക്കാനായിട്ട് വിളിക്കുന്നതും എന്റെ പൊന്നു സാറേ മതി, ഞങ്ങൾക്കൊരു റെസ്റ്റ് തരാൻ പറഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ബഹളം വയ്ക്കാൻ തുടങ്ങും. കഴിഞ്ഞില്ലേ, ഗ്യോങ്തെ ഇതുവരെ കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരം എല്ലാം അവിടെ തകർന്നു വീണു. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൂടും. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മോൺസുവിനും യൂണിനും ആദ്യമേ പരിചയമുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുവാണ്. മോൺസു ആണെങ്കിലും അതൊക്കെ ഒരു വിധിയാണ്, വിധി തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാതിരിക്കുവാണ് ജിവോൺ. ഇപ്പൊ കള്ളു കുടിച്ച് ബോധം പോയിരിക്കുന്ന ജിവോണിനെ പൊക്കി താൻ വീട്ടിൽ കൊണ്ട് വിട്ടോളാം എന്ന് മോൺസു പറയുമ്പോൾ ഇനി തൊട്ട് മോൺസു തന്റെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ച കാര്യത്തെക്കുറിച്ച് ചോദിക്കുവാണ്. മോൺസുവിന്റെ വീട് കുറച്ച് ദൂരെയാണല്ലോ. മാത്രമല്ല യൂണിന്റെ വീടെന്ന് പറയുന്നത് ഈ സ്കൂൾ ഹോസ്റ്റൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. ആ വീട് ശരിക്കും പണിതത് തന്നെ ആ സ്കൂളിലെ സ്റ്റാഫിനും ടീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ യൂൺ പറയുമ്പോൾ മോൺസു ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് അവിടുത്തെ പാചകത്തിന്റെ കാര്യമെല്ലാം താൻ നോക്കിക്കോളാന്നും പറഞ്ഞ് സമ്മതിക്കുവാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ യൂൺ ഒരു ടാക്സി വിളിച്ച് അതിലെ കയറ്റി വിടും. രാവിലെ ഗ്യോങ്തെ ആണെങ്കിൽ വൈഫിനോട് വീടിന്റെ പാസ്വേഡ് മാറ്റാൻ നോക്ക്, അന്നാ ഇനി തൊട്ട് വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് ജിവോണിനെ കുറിച്ച് ദേഷ്യത്തിൽ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അവൻ രാവിലെ തന്നെ പെട്ടിയും കിടക്കി എടുത്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്
പോയിട്ടുണ്ടെന്ന കാര്യം പറയുവാണ് അവന്റെ അമ്മ. ഇപ്പൊ ഇത് നോക്കുമ്പോൾ രാവിലെ മോൺസുവിന്റെ കൂടെ യൂണിന്റെ വീട്ടിലോട്ട് താമസം മാറ്റാനായിട്ട് ജിവോണും ഉണ്ട്. വിത്ത് പെട്ടിയും കിടക്കെ. ഈ പ്ലേസ് സ്കൂളിലെ ടീച്ചേഴ്സിനും സ്റ്റാഫിനും വേണ്ടിയാണെന്നല്ലേ നീ പറഞ്ഞേ, അപ്പോ എനിക്ക് ഇവിടെ നിൽക്കാലോ എന്ന് ജിവോൺ പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇന്നലെ മോൺസ് ഇവിടേക്ക് മാറുന്ന കാര്യം പറയുന്നതെല്ലാം കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇവ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കെട്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. യൂണിന്റെ അമ്മയും അച്ഛനും മരിച്ച ദിവസം ഫ്യൂണറലിലോട്ട് ജിവോൺ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവൻ കാര്യങ്ങളെല്ലാം അറിയുവാണ്. തല കറങ്ങി വീണ യൂണിപ്പോ ഹോസ്പിറ്റലിലാണെന്നും അവളുടെ ബോസ് ഇവൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് എന്നെല്ലാം. അവൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് മറഞ്ഞു നിന്ന് അവളെ കാണും. പിന്നെ എന്തോ പെട്ടെന്ന് ദേഷ്യം വന്ന് അവൻ ഇറങ്ങി പോകുന്നതായിട്ട് കാണാം. പിന്നീട് വരുന്ന സമയം അവന്റെ കയ്യിലും മുഖത്തും എല്ലാം എന്തോ മുറിവുണ്ട്. എന്നാ വന്ന് ബെഡിൽ നോക്കുമ്പോൾ അവിടെ യൂൺ ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാം ഓടി നടന്ന് അന്വേഷിച്ച് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് മുകളിൽ റൂഫ് ടോപ്പിൽ ഇങ്ങനെ യൂണും വേറൊരുത്തനും കൂടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇവൻ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്ന സമയമായിരിക്കും ബോധം പോയി മൂൺസ് വീഴാൻ പോകുന്നത്. കറക്റ്റ് സമയത്ത് ഓടി വന്ന് അവരെ പിടിച്ച് പിറകോട്ട് വലിക്കുന്നത് ജിവോണാണ്. അതായത് അന്ന് രാത്രി അവരെ രക്ഷിച്ചത് ഇവനാണ്. പിന്നീട് അവൾ അറിയാതെ അവൻ ആ ഹോസ്പിറ്റലിൽ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും തീരുന്നു. അപ്പോൾ ജിവോണിന് യൂണിനോട് എത്രത്തോളം ഇഷ്ടമാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇനി ഇക്കാര്യങ്ങളെല്ലാം യൂൺ മനസ്സിലാക്കൂ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അവൻ യൂണിന്റെ വീട്ടിലോട്ട് താമസം മാറിയ സ്ഥിതിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.